നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പച്ചക്ക വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഓണത്തിന് എല്ലാ കറികളൊക്കെ ഉണ്ടാക്കാം, നമുക്കൊരു സഹായം കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ സ്റ്റൂ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പകരം ഈ പച്ചക്കായ വെച്ചിട്ടുള്ള ഈ ഡിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഓണത്തിന് വാങ്ങുന്ന പച്ചക്കറിയിലെ കൂട്ടത്തിൽ കിട്ടുന്ന 2 കാ വെച്ച് നമുക്കിത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓണത്തിന് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും നമുക്ക് നല്ലൊരു ഡിഷായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഇത് ഈ ആവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം ഈ വീഡിയോ കണ്ടതിന് ശേഷം. നമ്മുടെ ഓണം ഡിഷുകളുടെ റെസിപ്പികൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ എല്ലാവരും കയറി നോക്കണം. ഈ പച്ചക്കായ പൊന്തൻകായ എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ആ ഗണത്തിൽപ്പെടുന്ന ഏത് ടൈപ്പ് പച്ചക്കായ വെച്ച് നമുക്ക് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു 3 പച്ചക്കായാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 3 കായ്ക്ക് വേണ്ടി നല്ല മീഡിയം സൈസിലുള്ള ഒരു സവാള, 2 പച്ചമുളക്, ഒരു 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, പിന്നീട് കുറച്ച് തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യം. ഒരു 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാൽ മാറ്റിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ബാക്കി ഒരു തേങ്ങയിൽ നിന്നുള്ള പാലാക്കി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതിനി അരിഞ്ഞൊന്ന് വെള്ളത്തിലോട്ടിടാം. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കാ പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഡിഷ് അങ്ങ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം. കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്കിതൊന്ന് വറുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റേണ്ട കാര്യമൊന്നുമില്ല, ബ്രൗൺ കളറൊന്നും ആവണ്ട. ചെറുതായിട്ട് സവാള ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇപ്പോൾ അത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കായ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരുപാട് സമയത്ത് ആവശ്യമൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി കഴിയുമ്പോൾ എന്നാലും അതിൻ്റെ അകത്തൊരു ചെറിയ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാണും. ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ വഴറ്റുന്നത്. അതിനുശേഷം ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആകെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. അതിൽ ആദ്യം നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പേ എടുത്തുള്ളൂ. ബാക്കി നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ പാലായിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്തത്. അതാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. വീണ്ടും നമ്മളിത് ഇളക്കിയതിന് ശേഷം നമ്മളിനി തേങ്ങാപ്പാൽ ചേർക്കുവാണ്. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു മീഡിയം തീയിൽ ഇതൊന്ന് അടച്ചു വെച്ചാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അധികം കുക്കിംഗ് ടൈമൊന്നും ഇതിനില്ല. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പച്ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം പച്ചക്ക ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു തേങ്ങാപ്പാലും കൂടെ മാത്രമേ ഉള്ളൂ. ഇനി തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റിക്കോളും. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ ഏകദേശം വറ്റാറായി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കട്ടിക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച 1/4 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കായും ഈ ഒന്നാം പാലും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഈ കായ തേങ്ങാപ്പാലെല്ലാം അങ്ങ് പിടിച്ചെടുത്തോളും. അതിനുശേഷമാണ് നമ്മളുടെ ഡിഷ് ശരിയായി വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി, അതിൽ കൂടുതൽ ഒട്ടും വേണ്ട. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിങ്ങെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കായ തേങ്ങാപ്പാലിൽ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.